Hi everyone, welcome to Kunjiz class. Today we will discuss about your 8th lesson of science, motion. Shall we start? ഇനി ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആൻ ഒബ്ജക്റ്റ് ഹാസ് മൂവ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ്, ക്യാൻ ഇറ്റ് ഹാവ് സീറോ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇഫ് യെസ്, സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിസ്റ്റൻസിൽ അതിങ്ങനെ മൂവ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറയാൻ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു സർക്കുലർ പാത്ത് വരയ്ക്കുക. നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് എ എന്ന് കൊടുക്കുന്നു. ആ എയിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ പോയിൻ്റ് എത്തുന്നത് അത് എയിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. മീൻസ് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ഓക്കെ, പക്ഷേങ്കിൽ അവിടെ ആ എയിൽ തുടങ്ങി അത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ പോയി ആ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് കവർ ചെയ്ത് വീണ്ടും എയിൽ എത്തുകയാണ്. അപ്പോൾ അത്രയും ആ ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ആ സർക്കംഫറൻസ് കംപ്ലീറ്റ് അത് കവർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൽ അത് മൂവ് ചെയ്ത് വരുന്നത്. സോ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇറ്റ്സ് സർക്കംഫറൻസ് വൈൽ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, സർക്കംഫറൻസ് ആയിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, A farmer moves along the boundary of a square field of side 10 meter in 40 seconds. അതായത് ഒരു ഫാമർ അയാളുടെ ഒരു റെക്റ്റാങ്കുലർ ഫീൽഡിൻ്റെ, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീൽഡാണ്, റെക്റ്റാങ്കുലർ അല്ല സ്ക്വയറാണ്, സ്ക്വയർ ഫീൽഡിൻ്റെ ബൗണ്ടറി നടക്കാനായിട്ട് എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 40 സെക്കൻഡാണ്. അതായത് അതിൻ്റെ ആ സ്ക്വയർ ഫീൽഡിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് 10 മീറ്ററാണ്. സോ അതിൻ്റെ ടോട്ടൽ ബൗണ്ടറി എന്ന് പറയുന്നത് അപ്പോൾ എത്രയാവും? 10 × 4 ദാറ്റ് ഈസ് 40 മീറ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 40 മീറ്റർ നടക്കാനായിട്ടാണ് ഈ ഫാമർ 40 സെക്കൻഡ്സ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് 1 മീറ്റർ നടക്കാൻ 40/40 = 1 സെക്കൻഡ് അല്ലേ? അപ്പോൾ 1 മീറ്റർ നടക്കാൻ അയാൾക്ക് ആവശ്യമായി വരുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. ഓക്കെ, അതായത് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 40 സെക്കൻഡാണ്. അത് 40 മീറ്റർ നടക്കാനായിട്ടാണ് 40 സെക്കൻഡ് അയാൾ യൂസ് ചെയ്യുന്നത്. സോ 1 മീറ്റർ നടക്കാനായിട്ട് ആവശ്യമായി വരുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് വിൽ ബി ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഫാമർ അറ്റ് ദി എൻഡ് ഓഫ് 2 minutes 20 seconds? അതായത് അയാൾ നടക്കുമ്പോഴുണ്ടാകുന്ന ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അയാൾ ഈ ബൗണ്ടറിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ 2 minutes 20 seconds കൊണ്ട് അയാൾ എവിടെ എത്തും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2 minutes 20 seconds എന്ന് പറഞ്ഞാൽ 2 minutes എന്ന് പറഞ്ഞാൽ 2 × 60 ദാറ്റ് ഈസ് 120 seconds പ്ലസ് 20 140 seconds. ഇപ്പോൾ ഈ 140 സെക്കൻഡ് കൊണ്ട് അയാൾ എത്ര റെവല്യൂഷൻ ചുറ്റിയിട്ടുണ്ടാകും? ദാറ്റ് മീൻസ് ആ ബൗണ്ടറിക്ക് ചുറ്റി എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടാകും? അതായത് 140 അതായത് ബൗണ്ടറിയുടെ ടോട്ടൽ എന്താണെന്ന് പറയുന്നത് 40 മീറ്ററാണ് അല്ലേ? അപ്പോൾ അതിന് ചുറ്റും അയാൾ നടക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് 140 സെക്കൻഡ് / 40 = എത്ര വരും? 3.5 എന്ന് വരും. ഓക്കെ, 140 / 40 = 3.5. അപ്പോൾ ഈ 3.5 റെവല്യൂഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ ആ റൗണ്ട് ആകുമ്പോഴേക്കും അയാൾ എവിടെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക? അവിടെ ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പം അയാളിപ്പോൾ പോയിൻ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചോ. പോയിൻ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ABCD അങ്ങനെയാണല്ലോ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അയാൾ 3.5 റെവല്യൂഷനേ ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അയാൾ C എന്ന് പറയുന്ന പോയിന്റിൽ വരെ എത്തിയിട്ടുള്ളൂ അല്ലേ? അതായത് C എന്ന് പറയുന്ന എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഓർ ഓപ്പോസിറ്റ് പോയിൻ്റാണ്. ദാറ്റ് മീൻസ് അവിടെ ഒരു ഡയഗണൽ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, അങ്ങനെയാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ?
സോ അവിടെ നമ്മൾ എടുക്കേണ്ടത് ആ ഒരു ഡയഗണൽ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അതായത് എ മുതൽ സി വരെയുള്ള ഡയഗണൽ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് നമുക്കറിയാം എ മുതൽ ബി വരെയുള്ളത് 10 മീറ്ററാണ്, ബി മുതൽ സി വരെയുള്ളതും 10 മീറ്ററാണ്. അതിൻ്റെ ഡയഗണൽ ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് ഇവിടെ എ സി എന്ന് പറയുന്നത് എന്താണ്? എ ബി സ്ക്വയർ പ്ലസ് എ ബി സി സ്ക്വയറിൻ്റെ ഹൈപ്പോട്ട്ന്യൂസാണ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. സോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? എ സി സ്ക്വയർ. ഓർ എ സി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 200. 200 എന്ന് പറഞ്ഞാൽ 10 റൂട്ട്, അതായത് 100ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 200 എന്ന് പറഞ്ഞാൽ 2 × 100 ആണ്. 100ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. സോ നമുക്ക് 10 റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 10 റൂട്ട് 2 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് കനോട്ട് ബി 0. അതായത് 0 ആകാൻ പാടില്ല ഡിസ്പ്ലേസ്മെൻറ്റ്. അത് തെറ്റാണല്ലേ. 0 ആകാം, മേ ബി 0 ആകാം, അല്ലെങ്കിൽ 0 അല്ലാതിരിക്കാം ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ്. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനേക്കാളും കൂടിയിരിക്കും, അതും തെറ്റാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും എന്താണ്? അല്ലെങ്കിൽ രണ്ട് കാര്യവും പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടും ഫോൾസ് തന്നെയാണ്. Uniform motion and non-uniform motion. Consider an object moving along a straight line. Let it travel 5 meter in the first second, 5 meter more in the next second, 5 meter in the third second, and 5 meter in the fourth second. In this case, the object covers 5 meter in each second. As the object covers equal distance in equal intervals of time, it is said to be in uniform motion. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നെ എന്താണ്? 5 മീറ്റർ ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. 5 മീറ്റർ വെച്ച് ഓരോ സെക്കൻഡിലും അത് കവർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അത് യൂണിഫോം മോഷനിലാണ്. എന്ന് വെച്ചാൽ എന്താണ്? തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അതായത് തുല്യ സമയ ഇടവേളകൾ, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം മറ്റേ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. അതായത് തുല്യ സമയ ഇടവേളകളിൽ അത് തുല്യ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. അങ്ങനെയുള്ള വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് യൂണിഫോം മോഷനിലാണ് പറയുന്നത്. അപ്പോൾ എന്താണ് യൂണിഫോം മോഷൻ? വെൻ എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ദെൻ ദ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം മോഷൻ. മനസ്സിലായല്ലോ? തുല്യ സമയ ഇടവേളകളിൽ അത് തുല്യ ദൂരം കവർ ചെയ്യുന്നു. The time interval in this motion should be small. In our day-to-day life, we come across motions where objects cover unequal distance in equal intervals of time. For example, when a car is moving on a crowded street or a person is jogging in a park. These are some instances of non-uniform motion. അപ്പോൾ യൂണിഫോം മോഷനും ഉണ്ട്, നോൺ യൂണിഫോം മോഷനും ഉണ്ട്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഉൾക്കൊള്ളുന്നു. മറ്റേതെന്ന് പറയുന്നത് സമയം ഈക്വലാണ്, പക്ഷെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അൺഈക്വലാണ്. ഓക്കെ, അതായത് വെൻ എ ബോഡി മൂവ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ദെൻ ദ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ ബോഡി ഈസ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ ബോഡി ഈസ് കവേർഡ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 8.5. ദ ഡേറ്റ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് എ ആൻഡ് ബി ആർ ഗിവൺ ഇൻ ടേബിൾ 8.1. 8.1 ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ടേബിളിനകത്ത് കുറച്ച് ഡേറ്റാസ് പറഞ്ഞിട്ടുണ്ട്. മോഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമിൻ ദം കെയർഫുള്ളി ആൻഡ് സ്റ്റേറ്റ് വെദർ ദി മോഷൻ ഓഫ് ദി ഒബ്ജക്ട്സ് ഈസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം. ഇവിടെ യൂണിഫോം മോഷനിലാണോ നോൺ യൂണിഫോം മോഷനിലാണോ എന്നുള്ളത് പറയണം.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഒബ്ജക്റ്റ് എ ഇൻ മീറ്റർ. ഒരു ഒബ്ജക്റ്റ് എ ആണ്, മറ്റേ ഒബ്ജക്റ്റ് ബി ആണ്. നമുക്കറിയാം ഇവിടെ ടൈം ഈക്വൽ ആണ് അല്ലേ? അത് യൂണിഫോം ആയാലും നോൺ യൂണിഫോം ആയാലും ടൈം ഈക്വൽ ആണ്. ബട്ട് ഡിസ്റ്റൻസിൻ്റെയാണ് ഒരു വ്യത്യാസം വരുന്നത് അല്ലേ? അപ്പം ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം അത് യൂണിഫോം മോഷനാണ്, അൺഈക്വൽ ആണെങ്കിൽ അത് നോൺ യൂണിഫോം മോഷനാണ്. സോ ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ? 10, 20, 30, 40 അങ്ങനെ പറയുമ്പോൾ അത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് പോകുന്നത്. അതായത് 10 മീറ്ററാണ് എല്ലാത്തിൻ്റെയും എല്ലാ ഇതിലും വരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ? സോ അത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ബട്ട് അടുത്തത് ഏതാണ്? 12, 19, 23 അതങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സോ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്നത് യൂണിഫോം മോഷനിലും ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്നത് നോൺ യൂണിഫോം മോഷനിലുമാണ്. നെക്സ്റ്റ് വൺ, മെഷറിംഗ് ദ റേറ്റ് ഓഫ് മോഷൻ. Look at the situations given in figure 8.2. If the bowling speed is 143 km per hour, what does it mean? ഇവിടെ ഒരു ക്രിക്കറ്റ് ഫീൽഡാണ് തന്നിരിക്കുന്നത് അല്ലേ? അവിടുത്തെ ആ ഒരു ബൗളിംഗ് സ്പീഡ് 143 km/h എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു മണിക്കൂർ കൊണ്ട് അത് കടന്നു പോകുന്ന ഡിസ്റ്റൻസ് ആണ് 143 എന്ന് പറയുന്നത്. അതായത് 143 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ അത് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി സൈൻ ബോർഡ്? നെക്സ്റ്റ് ഫിഗർ തന്നിരിക്കുന്ന ഒരു സൈൻ ബോർഡിൻ്റെയാണ്. അവിടെ ഒരു സ്പീഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 50 km/h, 40 km/h. അതായത് ഓരോ വെഹിക്കിളിൻ്റെ ഇത് കാണിച്ചിട്ട് 50 ഒരു മണിക്കൂറിൽ 50 കിലോമീറ്ററിലാണ് അതിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 40 കിലോമീറ്ററും ആയിരിക്കണം നെക്സ്റ്റ് വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് മേ ടേക്ക് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് ടൈം ടു കവർ എ ഗിവൺ ഡിസ്റ്റൻസ്. Some of them move fast and some move slowly. The rate at which objects move can be different. Also, different objects can move at the same rate. One of the ways of measuring the rate of motion of an object is to find out the distance traveled by the object in unit time. അതായത് റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം കണ്ടെത്തുക എന്നുള്ളതാണ് റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ അത് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് റേറ്റ് ഓഫ് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ക്വാണ്ടിറ്റി ഈസ് റെഫർഡ് ടു ആസ് സ്പീഡ്. ദ SI യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിനെ പറയുന്നത് ഈ റേറ്റ് ഓഫ് മോഷന് പറയുന്ന സ്പീഡ് എന്താണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് എൻ്റെ ആ സിമ്പൽ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദ അതർ യൂണിറ്റ്സ് ഓഫ് സ്പീഡ് ഇൻക്ലൂഡ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ. അപ്പോൾ അതേത് രീതിയിലും ആകാം അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഓർ കിലോമീറ്റർ പെർ അവർ. ടു സ്പെസിഫൈ ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വി റിക്വയർ ഓൺലി ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഒരു വസ്തുവിൻ്റെ സ്പീഡ് നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞിരുന്നാൽ മതി. ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് നീഡ് നോട്ട് ടു ബി കോൺസ്റ്റൻറ്റ്. In most cases, objects will be in uniform motion, non-uniform motion. Therefore, we describe the rate of motion of such objects in terms of their average speed. മിക്ക വസ്തുക്കളും എന്തായിരിക്കും? നോൺ യൂണിഫോം മോഷനിലായിരിക്കും അല്ലേ? ഇപ്പം ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെടുന്ന ഒരു വാഹനം അതിന് മുമ്പ് അത് സഞ്ചരിക്കുന്ന ദൂരം, അത് കഴിഞ്ഞത് സഞ്ചരിക്കുന്ന ദൂരം, അല്ലെ ആ ബ്ലോക്കിൽ വരുന്ന സമയത്ത് അത് സഞ്ചരിക്കുന്ന ദൂരം, അതെല്ലാം ഡിഫറൻസ് ആയിരിക്കും അല്ലേ? സോ അതെല്ലാം എന്താണ്? നോൺ യൂണിഫോം മോഷനിലാണ്. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ റേറ്റ് ഓഫ് മോഷൻ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ആവറേജ് സ്പീഡ് എടുത്തിട്ടാണ്. ദ ആവറേജ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൻ. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് അത് എത്ര കവർ ചെയ്തു അതിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കവർ ചെയ്യാൻ എടുത്ത ടൈം എത്രയാണ്, ടോട്ടൽ ഡിസ്റ്റൻസ്. ഇപ്പം സപ്പോസ് ഒരു വെഹിക്കിള് 100 കിലോമീറ്റർ, അത് 1 ഹവറാണ് എടുത്തതെങ്കിൽ 100/1, അല്ലെങ്കിൽ
2 ഹവറാണ് എടുത്തതെങ്കിൽ 100/2. ദാറ്റ് മീൻസ് അതാണ് അതിൻ്റെ ആവറേജ് സ്പീഡെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അതിന് ഓരോരോ സ്പീഡായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവറേജ് സ്പീഡ് എടുക്കണം നമുക്ക്, അല്ലേ? അല്ലാണ്ട് ഇപ്പം സ്റ്റാർട്ടിങ് പൊസിഷനിലുള്ള ആ സ്പീഡ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ടാണ് ആവറേജ് സ്പീഡ് എടുക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. സ്പീഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വി എന്ന ലെറ്റർ കൊണ്ടാണ്. വി ഇസ് ഈക്വൽ ടു S/T. എസ് എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആൻഡ് ടി എന്ന് പറയുന്നത് ടൈം. സോ വി ഇസ് ഈക്വൽ ടു S/T. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എസ് കൊണ്ടാണ്, ടൈമിനെ ടി കൊണ്ടാണ്, സ്പീഡിനെ വി എന്ന ലെറ്ററും കൊണ്ടാണ്. സോ വി ഇസ് ഈക്വൽ ടു S/T. ഇനി ഇവിടെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടത്, ലെറ്റ് us understand this by an example. A car travels a distance of 100 km/2 hour. Its average speed is 50 km/h. The car might not be traveled at 50 km all the time. അതായത് ഒരു കാറ് 100 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറാണ് അതിൻ്റെ ടോട്ടൽ ടൈം എടുത്തത്. ബട്ട് അവിടുത്തെ ഒരു ആവറേജ് സ്പീഡെന്ന് പറയുന്നത് 50 കിലോമീറ്ററാണ്. പക്ഷേങ്കിൽ ആ കാറ് സഞ്ചരിച്ച എവിടെയും അത് 50 കിലോമീറ്ററിൽ അത് സഞ്ചരിച്ചിട്ടില്ല. സംടൈംസ് ഇറ്റ് മൈറ്റ് ഹാവ് ട്രാവൽഡ് ഫാസ്റ്റർ ആൻഡ് സംടൈംസ് സ്ലോവർ ദാൻ ദിസ്. ഒരു പക്ഷേങ്കിൽ ചില സമയങ്ങളിൽ ഇത് അതിന് 50 കിലോമീറ്റർ കൂടുതലായിരുന്നു, ചില സമയങ്ങളിൽ ഇത് 50 കിലോമീറ്ററിനും താഴെയായിരുന്നു. ബട്ട് ഇത് ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 50 km/h ആണ്. Third example, an object travels 16 meter in 4 seconds and then another 16 meter in 2 seconds. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാനായിട്ട് 4 സെക്കൻഡ്, അതായത് 16 മീറ്റർ ട്രാവൽ ചെയ്യാൻ 4 സെക്കൻഡ് എടുക്കുന്നു. പിന്നീട് അത് 16 മീറ്റർ കടന്നു പോകാനായിട്ട് 2 സെക്കൻഡ് എടുക്കുന്നു. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? ആ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 + 16 ദാറ്റ് ഈസ് 32 മീറ്റർ. ടൈം ടേക്കൺ അവിടെ എടുത്തിരിക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 4 + 2 ദാറ്റ് ഈസ് 6 സെക്കൻഡ്. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് 32 മീറ്റർ ആണ്, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ് ആണ്. സോ 32/6 ഇസ് ഈക്വൽ ടു 5.33 meter per second. Therefore, the average speed of the object is 5.33 meter per second. ഈ മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് ms⁻⁻1 എന്നും പറയാം. അതായത് നമുക്കറിയാമല്ലോ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്നാണ്, അല്ലേ? സോ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു നിങ്ങൾ എക്സ്പോണൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വരുന്നത്, അതായത് ഡിവിഷനാണ് വരുന്നതെങ്കിൽ അത് raised to -1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്പീഡ് വിത്ത് ഡയറക്ഷൻ. The rate of motion of an object can be more comprehensive if we specify its direction of motion along with its speed. സ്പീഡിനോടൊപ്പം അതിൻ്റെ ഡയറക്ഷനോടൊപ്പം പറയുക. The quantity that specifies both these aspects is called velocity. അപ്പോൾ സ്പീഡിനോടൊപ്പം അതിൻ്റെ ഡയറക്ഷനും കൂടി പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് പ്രവേഗം എന്ന് പറയും. വെലോസിറ്റി ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഒരു നിശ്ചിത ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നിശ്ചിത ദിശയിൽ, ഒരു നിശ്ചിത ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ, ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്പീഡിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. The velocity of an object can be uniform or variable. വേരിയബിളും ആകാം, അതുപോലെ തന്നെ യൂണിഫോമും ആകാം. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ ഒബ്ജക്റ്റ് സ്പീഡ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ബോത്ത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷനും കൂടി പറയണമെന്ന് പറഞ്ഞു, അല്ലേ? സോ അത് ചേഞ്ച് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് മൂലമാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷനോ, അല്ലെങ്കിൽ സ്പീഡും ഡയറക്ഷനോ ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ അതിൻ്റെ ആ വെലോസിറ്റിക്ക് മാറ്റം വരാം. When an object is moving along a straight line,
at a variable speed, we can express the magnitude of its rate of motion in terms of average velocity. It is calculated in the same way as we calculate average speed. Average speed കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. അതായത് അത് മൂവ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ നമുക്ക് അത് ആവറേജ് സ്പീഡ് അല്ലെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ച അതേ രീതിയിൽ തന്നെയാണ്. ഓക്കെ. In the case the velocity of the object is changing at a uniform rate, the average velocity is given by the arithmetic mean of the initial velocity and final velocity for a given period of time. അതായത് ഇപ്പം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ അല്ലേ? എത്രയാണോ ടൈം പറഞ്ഞിരിക്കുന്നത് ആ ടൈമിൽ, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ ബൈ ടൈം ടേക്കൺ, അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു കൊണ്ടും ഫൈനൽ വെലോസിറ്റിയെ വി കൊണ്ടും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ യു പ്ലസ് വി ബൈ 2. അതായത് വെലോസിറ്റി ആവറേജ് വെലോസിറ്റി വി എ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഓർ MS raised to -1 ആണ്.